നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 30-ാമത്തെ കഥ. അന്യദേശത്ത് നിന്ന് വന്ന അകന്ന ബന്ധുവല്ലേ. രാമൻ അയാളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. രാമൻ്റെ ഗൃഹത്തിൽ കുറേ നാൾ താമസിക്കണം. അതിനാണ് ബന്ധു വന്നിരിക്കുന്നത്. രാമൻ അയാളെ മുമ്പ് കണ്ടിരുന്നില്ല. ശരിക്കും എന്താണ് ബന്ധം എന്ന് നിശ്ചയവുമില്ല. അതുകൊണ്ടെന്ത്, എല്ലാ അകന്ന ബന്ധുക്കളെയും കണ്ടിരിക്കണമെന്നുണ്ടോ? വാസ്തവത്തിൽ അതിഥി ഒരു ചാരനായിരുന്നു. അയാളെ ഒരു ശത്രു രാജാവ് അയച്ചതുമാണ്. എന്താണ് ചാരന് നൽകപ്പെട്ടിരുന്ന നിർദ്ദേശം? തക്ക സമയം വരുമ്പോൾ കൃഷ്ണദേവരായരെ വധിക്കണം. പക്ഷേ രാമൻ രഹസ്യം അറിഞ്ഞിരുന്നില്ല. അയാൾക്ക് ഒരു സംശയവും ഉണ്ടായതുമില്ല. അയാൾ അതിഥിക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി. രാമൻ ഗൃഹത്തിലില്ല. ഇനി വളരെ നേരത്തേക്ക് വരികയുമില്ല. അങ്ങനെ ഒരു സന്ദർഭമുണ്ടായി. ആ സന്ദർഭം ശരിക്കും ഉപയോഗിച്ചു ദുഷ്ടനായ ചാരൻ. ചക്രവർത്തിക്കൊരു കുറിപ്പ് കിട്ടി. ഉടൻ തന്നെ ചക്രവർത്തി രാമൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. ഏറ്റവും പ്രധാനമായ ഒരു സംഗതിയുണ്ട്. മറ്റാരും അറിയാനും പാടില്ല. അത്രയുമായിരുന്നു കുറിപ്പിൻ്റെ ഉള്ളടക്കം. ഒന്നും സംശയിക്കാത്ത ചക്രവർത്തി ഏകനായി രാമൻ്റെ ഗൃഹത്തിലെത്തി. ചാരൻ കഠാരയുമായി കാത്തിരിക്കുകയാണ്. അവൻ പിറകിൽ കൂടി ഒരു ചാട്ടം, കഠാര കൊണ്ട് ഒരു കുത്ത്. പക്ഷേ ചക്രവർത്തിക്ക് കുത്തേറ്റില്ല. അതിസമർത്ഥനായ അഭ്യാസിയായിരുന്നു അദ്ദേഹം. ശബ്ദം കേട്ടപ്പോൾ തന്നെ അപകടം മനസ്സിലായി. മിന്നൽ വേഗത്തിൽ ഒരു തിരിച്ചിലും കൈകൊണ്ടൊരു തട്ടും. ചാരൻ്റെ കഠാര പിടിവിട്ട് ദൂരത്തെറിച്ചു. ബഹളം കേട്ട് അടുത്തുള്ള ആളുകൾ ഓടി വന്നു. അവർ എന്താണ് കണ്ടത്? ഘാതകൻ ചക്രവർത്തിയുടെ പിടിയിൽ അമർന്നു പിടയുന്നു. എല്ലാവരും കൂടി ഘാതകൻ്റെ കഥ കഴിച്ചു. രാജാവിനെ വധിക്കാൻ ശ്രമിച്ചവനെ ഒരാൾ കൂടെ പാർപ്പിച്ചാലോ? ആ ആൾക്ക് വിധിക്കപ്പെടുന്നത് വധശിക്ഷയാണ്. അതാണ് നിയമം അനുശാസിക്കുന്നത്. ഈ ഘാതകനെ രാമൻ അതിഥിയാക്കിയിരിക്കുന്നു. അതിനാൽ രാമൻ വധശിക്ഷ അനുഭവിക്കണം. അതായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം. രാമൻ ചക്രവർത്തിയോട് യാചിച്ചു, തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന്. രാമ, മന്ത്രിസഭയുടെ തീരുമാനത്തെ എനിക്ക് അസാധുവാക്കിക്കൂടാ. എങ്കിലും അതിനൊരു ഭേദഗതി ചെയ്യാം. മരിക്കുന്ന രീതി തിരഞ്ഞെടുത്തുകൊള്ളൂ. അത് തീർച്ചയായും ഞാൻ സാധിപ്പിക്കാം, ചക്രവർത്തി പറഞ്ഞു. തിരുമേനി, ഞാൻ മരിക്കുന്ന രീതി ഇതാ തിരഞ്ഞെടുത്തിരിക്കുന്നു. സാധാരണ രീതിയിൽ വയസ്സു ചെന്നതിന് ശേഷം ഉള്ള മരണം. അത് അനുവദിക്കാതെ ചക്രവർത്തിക്ക് നിർവാഹമുണ്ടായില്ല. നന്ദി.